ഹലോ അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ ഒരു 5 മണിക്ക് കിച്ചണിലാണ് കേട്ടോ. കുട്ടികളെ സ്കൂളിൽ വിടുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ സോസേജ് ആയിരുന്നു കേട്ടോ. സോസേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ആക്കി ബ്രെഡിലൊക്കെ വെച്ച് സോസൊക്കെ ആയിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ ബട്ടറിൽ. പിന്നെ ഒരു ക്രൊസൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് കേട്ടോ ഇന്നത്തെ സ്നാക്സ്. കൂടുതലും ക്രോസൻ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ വാങ്ങിക്കാറില്ല, ഒഴിവാക്കലാണ്. പക്ഷെ എന്നാലും ഇടയ്ക്കൊക്കെ കുട്ടികളുടെ ഇഷ്ടത്തിന് അങ്ങനെ വാങ്ങിക്കലാണ് കേട്ടോ. ചോദിക്കും ഇടയ്ക്ക്, മമ്മി വാങ്ങിത്തരുമോ എന്ന് ചോദിക്കുമ്പോൾ മാത്രമേ വാങ്ങിക്കാറുള്ളൂ. അല്ലെങ്കിൽ ഞാനിവിടെ വാങ്ങി സ്റ്റോക്ക് ചെയ്യലായിരുന്നു കേട്ടോ പരിപാടി. അപ്പോൾ ഇന്നത്തെ ലഞ്ച് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. കുറച്ച് ചൈനീസ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. അങ്ങനെ പിള്ളേരൊക്കെ ദേ രാവിലെ പോയിട്ടുണ്ട്. ഹലോ അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ക്യാമറനെ ഫേസ് ചെയ്ത് സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു മടിയും ടെൻഷനൊക്കെ ഒന്ന് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ലഞ്ചിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്താണെന്നൊക്കെ പ്ലാൻ ചെയ്ത് കട്ട് ചെയ്തൊക്കെ വെച്ചേക്കുവാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ജിഞ്ചർ പ്രോൺസ് ആണ്. നമ്മുടെ കിച്ചൺ ടീൽസ് ബൈ നീതു എന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പ്രോൺസും കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പം 4 ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ജിഞ്ചർ പ്രോൺസ്, ഗാർലിക് നൂഡിൽസ്, പിന്നെ ചൈനീസ് എഗ്ഗ്, പിന്നെ സെലറി ഒക്കെ ഇട്ടിട്ടുള്ളൊരു റൈസും നൂഡിൽസൊക്കെ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും പണികൾ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ജിഞ്ചർ പ്രോൺസിന് വേണ്ടിയിട്ട് ഒനിയനും ക്യാപ്സിക്കും കൂടി നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം ക്ലീൻ ചെയ്തൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ക്യാപ്സിക്കത്തിൻ്റെ കുരു കാര്യങ്ങളോ ഒന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാം കൂടി നല്ല പേസ്റ്റാക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഈ ജിഞ്ചർ പ്രോൺസിലേക്ക് ആദ്യം പ്രോൺസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിനൊരു ചെറിയൊരു കോട്ടിംഗ് ഉണ്ട്. അപ്പോൾ മൈദയും കോൺഫ്ലവറും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടി ഇട്ടിട്ട് അതൊക്കെ ഒന്ന് ആദ്യം വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആദ്യം തന്നെ മൈദ മാത്രം എടുത്തിട്ട് ജസ്റ്റ് പ്രോൺസ് അതിലൊന്ന് കോട്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ കോട്ടിങ്ങിൽ മിക്സ് ചെയ്തതിന് ശേഷം ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ഒരുമിച്ചൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് 3ഉം സെറ്റാക്കി വെക്കുക. പ്രോൺസും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് പൊടികൾ, അതായത് സോസുകളാണ് കേട്ടോ ആവശ്യം. സോയാ സോസ്, വിനീഗർ, നമ്മുടെ കെച്ചപ്പ്, പിന്നെ കാശ്മീരി മുളക് പൊടി, കുറച്ച് കളറിന് വേണ്ടിയിട്ട്, പിന്നെ ഫുഡ് കളർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വേണം. അപ്പോൾ അതെന്തായാലും ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും കയ്യിലുള്ള പ്രോൺസ് പൊടിയിലൊന്ന് മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു ഡിപ്പിൽ മുക്കി മാറ്റി വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജിഞ്ചർ പ്രോൺസിലേക്കുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ റെഡിയാക്കി വെച്ചു. ചെമ്മീൻ അടക്കം ഫ്രൈ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഗാർലിക് നൂഡിൽസ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. എല്ലാം കൂടി അറ്റ് എ ടൈം ചെയ്താലാണ് പെട്ടെന്ന് പണികൾ കഴിയുള്ളൂ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് സ്പ്രിംഗ് ഓനിയനും ഗാർലിക്കും വേണം. അത് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് സെറ്റായി വരും. സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ചൂടാക്കണം കേട്ടോ. അപ്പോൾ സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പോർഷൻ മാത്രം എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് സെറ്റായി വന്നതിന് ശേഷം നമ്മുടെ പാൻ വെച്ചിട്ട് അതിലേക്ക് ആ ഒരു ഗാർലിക്കും ഓയിലും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ വെജീസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ക്യാരറ്റ് മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ മാഗി ക്യൂബ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗാർലിക് നൂഡിൽസ് റെഡിയാവും. നൂഡിൽസ് ഇട്ട് കൊടുക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു, ഇതിൽ കാണുന്നില്ല കേട്ടോ. എന്തായാലും ഇത് നൂഡിൽസ് ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ സൺഫ്ലവർ ഓയിൽ കുറച്ച് കൂടുതൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്ലേസിങ്ങും ഒരു ഭംഗിയും കിട്ടണമെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടുതലുള്ളത് നല്ലതാണ് കേട്ടോ. അങ്ങനെ നൂഡിൽസിൻ്റെ പരിപാടി കഴിഞ്ഞു, അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ജിഞ്ചർ പ്രോൺസ് സെറ്റാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ചൈനീസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അറിയാമല്ലോ സൺഫ്ലവർ ഓയിൽ തന്നെ യൂസ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ടേസ്റ്റ് മാറിപ്പോവും. അങ്ങനെ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ക്യാപ്സിക്കവും സവാളയും നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നല്ല പേസ്റ്റായിട്ട് ഒനിയൻ്റെ വെള്ളം ഉണ്ടാവും കേട്ടോ. നല്ല അരഞ്ഞ് കിട്ടും നമുക്ക്. അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് മൂത്ത് വരട്ടെ.
അപ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂന്നും കൂടി ഒരുമിച്ച് ഒന്ന് ഒതുക്കിയെടുത്തതാണ് കേട്ടോ മിക്സിയുടെ ചെറിയ ജാറിൽ. അതും കൂടി ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി എല്ലാത്തിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യണം. കുറച്ച് വിനീഗർ കേട്ടോ, ഒരു ടീസ്പൂണോളം വിനീഗർ, പിന്നെ സോയാ സോസ് 2-3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുക. പിന്നെ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതൊരുപാട് പുളിയാവാതെ ശ്രദ്ധിക്കണം, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ കളറിന് വേണ്ടിയിട്ട് ഫുഡ് കളർ ആഡ് ചെയ്യാം കേട്ടോ. ഫുഡ് കളർ എന്തായാലും ആഡ് ചെയ്യണം, അല്ലെങ്കിൽ നല്ലൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കളർ കിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് ഷുഗർ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഗ്രീൻ ചില്ലി സോസ് ഒരു 1.5 ടീസ്പൂണൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. സത്യം പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ. ഇതിന് വല്ലാത്തൊരു രുചിയാണ്. ആ ഒരു ക്യാപ്സിക്കം ഒനിയനും കൂടി അരച്ചിട്ടാണോ എന്നോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല, ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജിഞ്ചർ പ്രോൺസ് റെഡി ആയിട്ടാ. ഇനി അടുത്തത് നമ്മുടെ ചൈനീസ് എഗ്ഗ് ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് സ്പ്രിംഗ് ഒനിയനും സെലറിയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് സോയാ സോസ് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് അടുപ്പത്തേക്ക് വെക്കുക. എന്നിട്ട് ബോയിൽ ചെയ്ത എഗ്ഗും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് സോൾട്ടും പെപ്പറൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. സെലറി എന്തായാലും ആഡ് ചെയ്യണം, സെലറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അതിട്ടിട്ടുള്ള റൈസ് ഉണ്ടാക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. എപ്പോഴും ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ ഇതെല്ലാം ഉണ്ടായിരുന്നത്. ഇതെല്ലാം കൂടി വരുമ്പോൾ ഉള്ളൊരു കോമ്പിനേഷനും അടിപൊളിയാണ്. അപ്പോൾ നമ്മളെപ്പോഴും നോർമലായിട്ട് വെറുതെ എഗ്ഗ് ബോയിൽ ചെയ്ത് കഴിക്കുന്നതിനേക്കാളും ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റിൽ കഴിക്കാം, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ വലിയ റെസിപ്പി കാര്യങ്ങളൊന്നുമല്ല. എക്സ്ട്രാ വാങ്ങിക്കേണ്ട കാര്യങ്ങൾ സ്പ്രിംഗ് ഒനിയൻ, സെലറി, അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ സോസുകളൊക്കെ ഒരു തവണ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതവണയായിട്ട് യൂസ് ചെയ്യാം. എന്തായാലും ഫ്രിഡ്ജിലുള്ളത് നല്ലതാണ്. ഗ്രീൻ ചില്ലി സോസ്, ടൊമാറ്റോ കെച്ചപ്പൊക്കെ എപ്പോഴും ഉണ്ടാവും, സോയാ സോസൊക്കെ ആണെങ്കിലും. മിക്കവരും വീട്ടിൽ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഒക്കെ ഉണ്ടാക്കി പരീക്ഷിക്കുന്നവരാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒരു തവണ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനത്തെ പല കാര്യങ്ങളും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. പിള്ളേർക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ലഞ്ചും കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേനും അവർക്ക് ഫുഡൊക്കെ കൊടുത്തു. ഏറ്റവും ടേസ്റ്റും ഹൈലൈറ്റും ആയിരുന്നത് ജിഞ്ചർ പ്രോൺസ് തന്നെയാണ് കേട്ടോ. ഇത്രയും നാളും കഴിച്ചതെന്നൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരുന്നു. എന്തായാലും അപ്പോൾ ട്രൈ ചെയ്ത് നോക്ക്. അടുത്തത് പിറ്റേ ദിവസത്തെ ലഞ്ചാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ മട്ടൻ മന്തി റെഡിയാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിന് കുറച്ച് മസാല ആദ്യം റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, ചെറിയ ജീരകം, മുഴുവൻ മല്ലി, കുരുമുളക്. മുഴുവൻ മല്ലിയും കുരുമുളകും ചെറിയ ജീരകമാണ് കേട്ടോ കൂടുതൽ വേണ്ടത്. പട്ട, ഗ്രാമ്പു, ഏലക്കയൊക്കെ വളരെ കുറവ് മതിയാവും. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു മസാല. പിന്നെ നമുക്ക് സവാള, തക്കാളി, ക്യാപ്സിക്കം എല്ലാം വേണം. എല്ലാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മട്ടൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉപ്പും പെപ്പറൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. നമുക്ക് സ്റ്റോക്ക് വാട്ടർ മാറ്റാനുള്ളതാണ്, അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആ വെള്ളം ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ ബസ്മതി റൈസാണ് കേട്ടോ എടുക്കുന്നത്. ബസ്മതി, സിനാര റൈസ്, അതേപോലെ ഇന്ത്യ ഗേറ്റ്, ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇന്ത്യ ഗേറ്റ് ആണ് എപ്പോഴും ബസ്മതി റൈസിൽ ഏറ്റവും ടോപ്പ് സ്റ്റാറായിട്ട് നിൽക്കാറ്. എനിക്ക് എപ്പോഴും തോന്നുന്നത് ഇന്ത്യ ഗേറ്റ് ആണ് കേട്ടോ. ഞാൻ എപ്പോഴും അതാണ് വാങ്ങിക്കാറ്. ചിലപ്പോൾ വല്ല ഓഫർ കാര്യങ്ങളൊക്കെ കിട്ടിയാൽ സിനാര ഇടയ്ക്ക് എടുക്കാറുണ്ട്. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ ജിഞ്ചർ ഗാർലിക് വേണം, ഒരു 5-6 വെളുത്തുള്ളി വേണം. അതേപോലെ അതും ഗ്രീൻ ചില്ലിയൊക്കെ ഒന്ന് ഒതുക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം പാൻ വെച്ചിട്ട് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. സൺഫ്ലവർ ഓയിൽ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യണം. ഒരു 3/4 കപ്പ് ഓയിലോളം എന്തായാലും വേണം കേട്ടോ. ഓയിലാണ് മന്തിയുടെ ഹൈലൈറ്റ് എപ്പോഴും. അപ്പോഴാണ് റൈസൊക്കെ നല്ല സോഫ്റ്റായിട്ട് കുറച്ച് ഗ്ലേസിങ്ങോടുകൂടിയൊക്കെ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഓയിലൊഴിച്ച് എല്ലാ സ്പൈസസും കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാളയും തക്കാളിയും ക്യാപ്സിക്കും ഒക്കെ നന്നായിട്ട് വഴറ്റി അതിൻ്റെ കൂടെ നമ്മുടെ ഡ്രൈ ലെമണൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ഇടയിൽ മട്ടൻ നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ മട്ടനും വെള്ളം സെപ്പറേറ്റ് ചെയ്തെടുക്കുക. സ്റ്റോക്ക് വാട്ടർ അതിൽ നിന്ന് കുറച്ചെടുക്കണം കേട്ടോ. നമുക്ക് എന്തായാലും ലാസ്റ്റ് ദമ്മിലിടുന്ന സമയത്ത് റൈസിൻ്റെ മുകളിൽ ഈ സ്റ്റോക്ക് വാട്ടർ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അത് സെപ്പറേറ്റ് മാറ്റിയെടുക്കണം. പിന്നെ വേണ്ടത് മാഗി ക്യൂബാണ് കേട്ടോ. അതും ഇതിന് ടേസ്റ്റ് കൂട്ടുന്ന സംഭവമാണ്. മാഗി ക്യൂബും ഓയിലും ഒക്കെയാണ് ഇത് നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നത് അവസാനം. പിന്നെ മല്ലിയില, പുതിനയില എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ലാസ്റ്റ് നമ്മൾ ദമ്മിടുന്ന സമയത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ മട്ടൻ വേവിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ബസ്മതി റൈസും പ്ലെയിൻ ആയിട്ടുള്ളത് സെപ്പറേറ്റ് വേവിക്കാട്ടെ. ഇപ്പോൾ 1 കിലോ മട്ടനൊക്കെ ആണെങ്കിൽ ഒരു 3 ഗ്ലാസ് അരി സെപ്പറേറ്റ് വേവിച്ചെടുക്കുക. 2 ഗ്ലാസ് വെള്ളത്തിൽ തന്നെ അരി നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 80-90% വെന്താൽ മതിയാവും. നമുക്ക് കുറച്ച് നേരം ദമ്മിലിടാനുള്ളതാണ് കേട്ടോ. ഒരു 3/4 മണിക്കൂറോളം നമ്മളിത് ദമ്മിലിട്ട് വെക്കുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു മട്ടൻ്റെ സ്റ്റോക്കൊക്കെ ഇറങ്ങിയിട്ട് ആ ഒരു റൈസിനും ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരിക. അങ്ങനെ റൈസ് ഞാൻ കുക്ക് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സവാളയും എല്ലാ സംഭവങ്ങളും നന്നായിട്ട് വഴണ്ട് വന്നു കഴിയുമ്പോൾ അതിലേക്ക് മട്ടൻ മാത്രം നമ്മൾ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് പൊടികളായിട്ട് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ച ആ ഒരു പൊടി മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റും ഹൈലൈറ്റും. വേറെ ഗരം മസാലയോ ഒരു കാര്യങ്ങളും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ച റൈസ് മുകളിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ മന്തിയിലൊക്കെ കാണാറുള്ള പോലെ തന്നെ വലിയ ഗ്രീൻ ചില്ലി ഉണ്ട്, അറബിക് ഗ്രീൻ ചില്ലി, ഒരുപാട് എരിവില്ലാത്തത്, അതും കൂടി കുത്തി വെച്ച് കൊടുത്തിട്ട് മുകളിൽ സ്റ്റോക്ക് വാട്ടറും ഒഴിച്ചു കൊടുത്ത് മല്ലിയിലയും പുതിനയിലയൊക്കെ ഇട്ട് ഒരു 3/4 മണിക്കൂറോളം ദമ്മിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി മട്ടൻ മന്തി റെഡിയാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ ഹോം മെയ്ഡ് ആയിട്ടുള്ള മയോണൈസും കൂടി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. സൺഫ്ലവർ ഓയിലും പാലും ഒക്കെ വെച്ചിട്ട് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിലും പാലും ഒരേപോലെ തണുപ്പിച്ചെടുക്കാം കേട്ടോ. തണുപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് അത് നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ സെറ്റായിട്ട് കിട്ടും. പിന്നെ ഒരു ഗാർലിക് മതിയാവും, കുറച്ച് പെപ്പർ, കുറച്ച് സോൾട്ടും ഷുഗറും കൂടി നല്ല മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. രണ്ടും ഒരേ ക്വാണ്ടിറ്റിയിൽ എടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് സെറ്റായി വരും. അപ്പോൾ അതൊരു വീട്ടിലുണ്ടാക്കാൻ പറ്റിയൊരു മയണൈസാണ്. ഹെൽത്തി ഒന്നും അല്ല കേട്ടോ. സൺഫ്ലവർ ഓയിലിൻ്റെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെയുണ്ട്. പക്ഷേ മന്തിയുടെ കൂടെ എപ്പോഴും ടേസ്റ്റ് മയണൈസൊക്കെ തന്നെയാണല്ലോ. പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്, ചിക്കൻ്റെ ലെഗ്. ഈ ഒരു വീഡിയോ പെരുന്നാളിന് മുമ്പുള്ളൊരു ദിവസമാണ് കേട്ടോ. കുറച്ച് ദിവസം മുമ്പത്തെ വീഡിയോ ആണ്. അപ്പോൾ പെരുന്നാൾ ഷോപ്പിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് നമ്മളൊന്ന് മിർദീഫിൽ പോകാനുള്ളൊരു പരിപാടി ഉണ്ടായി. മാത്രമല്ല എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആ ഒരു പരിപാടിയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് മന്തിയൊക്കെ കൂടുതൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരൊക്കെ വീട്ടിൽ കഴിച്ചോളൂല്ലോ എന്ന് വിചാരിച്ചു. വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. എന്തായാലും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിർദീഫിൻ്റെ തിരക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോട്ടെ. വീക്കെൻഡും ആണ്, മാത്രമല്ല പെരുന്നാളിൻ്റെ തിരക്കും കൂടി ആയതുകൊണ്ട് ഇത്രയും തിരക്ക് ഉള്ള സിറ്റി സെൻറ്റർ ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. അത്രയ്ക്ക് ആളായിരുന്നു, നല്ല തിരക്കായിരുന്നു ഏത് ഷോപ്പ് നോക്കിയാലും. അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം കയറിയത് നമ്മുടെ ആലിയ ഭട്ടിൻ്റെ വൈറൽ മിൽക്ക് കേക്ക് കിട്ടുന്ന ഷോപ്പിലാണ് കേട്ടോ. നമ്മുടെ ലെറ്റോ കഫേയിലാണ്. ആ കടയിൽ നോക്കിയാലും അവിടെയും തിരക്കാണ് കേട്ടോ. 1-2 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ അവിടെ നിന്ന് നമ്മളൊരു ബേൺ കേക്കും നമ്മുടെ ഈ മിൽക്ക് കേക്കും രണ്ടും ഓരോ പീസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഷേക്കും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് കേക്കും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ ഓരോ ഡ്രസ് ഷോപ്പിലായിട്ട് പോവുകയാണ്. ഹാസിമിന് അത്യാവശ്യം ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. ഡെയിലി പ്ലേ സ്കൂളിൽ യൂസ് ചെയ്യണതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ചീത്തയാവും. അപ്പോൾ അങ്ങനെ മാക്സിലും സെൻറ്റർ പോയിന്റിലൊക്കെ കയറി ഇറങ്ങി അത്യാവശ്യം അവർക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആദ്യം എടുത്തു. പിന്നെ ഇവിടെ മെയിനായിട്ട് വരുന്നത് ഖാദിയിൽ കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടെ ഒരുപാട് കോട്ടൻ്റെ കളക്ഷനുകളുണ്ട്. അപ്പോൾ പെരുന്നാൾ അടുത്തേക്കണോണ്ട് തന്നെ റേറ്റോ കാര്യങ്ങളോ ഒന്നും ഓഫറൊന്നും ഇല്ല കേട്ടോ. ചില സമയങ്ങളിൽ അവർക്ക് നല്ല ഓഫറായിരിക്കും, ചില സമയങ്ങളിൽ തീരെ ഓഫർ ഉണ്ടാവില്ല. ഓഫർ ഇല്ല എന്ന് പറഞ്ഞാൽ ഓരോന്നിനും റേറ്റാണ് കേട്ടോ. ടോപ്പിനും ഷോളിനും പാൻറ്റിനും സെപ്പറേറ്റ് റേറ്റ് ആയിരിക്കും. അപ്പോൾ ഒരു സെറ്റിന് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് കണ്ടുപോരാണ് ചെയ്തത്. ഒരുപാട് നല്ല വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മിർദീഫിൽ അത്യാവശ്യം തെണ്ടിത്തിരിഞ്ഞ് നടന്ന് ആവശ്യത്തിനുള്ള സാധനങ്ങളും ആവശ്യത്തിൽ കൂടുതലുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ലാസ്റ്റ് നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കോർട്ടിൽ പോയി. അവിടെ ഷേക്ക് ഷാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബർഗർ ഷോപ്പിലാണ് കേട്ടോ പോയത്. അവിടുത്തെ നല്ല ബർഗറായിരുന്നു. അത്യാവശ്യം ബർഗറും ഫ്രഞ്ച് ഫ്രൈസും നഗറ്റ്സും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നിട്ടാ. ഫുഡ് കോർട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും നിന്ന് തിരിയാൻ സ്ഥലമില്ല കേട്ടോ. ഏത് ഷോപ്പ് നോക്കിയാലും ആളുകളാണ്. ഈദ് പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണെന്നാണ് തോന്നുന്നത്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഖാദി, പാകിസ്ഥാനി, അതേപോലെ കോട്ടൻ്റെ സെറ്റുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ 2 ഡീസൻ്റ് പയ്യന്മാരിരുന്ന് ലേസ് കഴിക്കാൻ കേട്ടോ. ഇവന്മാരെ ഇടയ്ക്കിടയ്ക്ക് കാണാണ്ടാവലും തല്ലുപിടുത്തവും ബഹളവും ഒക്കെ ആയിട്ട് അതൊരു വഴിക്ക് നടക്കുന്നുണ്ട്. കാറ് വേണം, ഓരോ ഷോപ്പുകളിൽ നിന്ന് അത് വേണം ഇത് വേണം, അതൊക്കെയാണ് പ്രശ്നങ്ങൾ. ഇടയ്ക്ക് 2 പേരും നല്ല കൂട്ടായിരിക്കും, ഇടയ്ക്ക് 2 പേരും നല്ല ഇടിയായിരിക്കും കേട്ടോ. അപ്പോൾ ഹംദാനും മാറൂനൊക്കെ വീട്ടിൽ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് വിളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുഴപ്പമില്ല കേട്ടോ. പിന്നെ വീക്കെൻഡൊക്കെയാണ്, ഇക്ക വീട്ടിലുണ്ടായിരുന്നില്ല.
അങ്ങനെ ലാസ്റ്റ് ഞങ്ങളൊരു ചായയും കൂടി കുടിച്ചു. അപ്പോഴത്തേനും 1 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിള്ളേരവിടെ കിടന്നെന്നാണ് പറഞ്ഞത് ഞാൻ വിളിച്ചപ്പോൾ. അപ്പോൾ ചെറിയൊരു ഈദ് ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും വണ്ടി കയറിയേക്കാണ് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ വലിയ പ്രശ്നങ്ങളില്ല. ഒരുപാട് നടന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞോണം പിള്ളേർക്കും മടുപ്പാണ്, നമുക്കും ഒരു മടുപ്പാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കുറച്ച് ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പോൾ 2 റെസിപ്പീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.